അധ്യായം 5. CI ഓഫീസ്, കൊച്ചി, 5:30 PM. സാർ, ഒരു ഫോണുണ്ട്. ശബ്ദം കേട്ടിട്ട് കമ്മീഷണറാണെന്ന് തോന്നുന്നു. സാറിനെ ചോദിക്കുന്നു. ഒരു പോലീസുകാരൻ CIയുടെ ഓഫീസിലേക്ക് തലനീട്ടി. ഓക്കെ. CI ഫോൺ എടുത്ത് കാതോട് ചേർത്തുകൊണ്ട് എക്സ്റ്റൻഷൻ ബട്ടൺ അമർത്തി. ഹലോ, CI മാത്യൂസ് തരകൻ ഹിയർ. ആരാണ്? മത്തായി, ഞാനാണടോ. മറുവശത്തു നിന്നും സിറ്റി പോലീസ് കമ്മീഷണർ ചന്ദ്രദാസിന്റെ ശബ്ദം മാത്യൂസ് തിരിച്ചറിഞ്ഞു. പറയൂ സാർ. എടോ, ഒരു വല വന്നു പെട്ടിട്ടുണ്ട്. കോൺഫിഡൻഷ്യലാണ്, താൻ ശ്രദ്ധിച്ചു കേൾക്കണം. നോട്ട് ചെയ്തോ? ഓക്കെ സാർ. മാത്യൂസ് ഒരു നോട്ട് പാഡ് എടുത്ത് തയ്യാറായി. 2 ഫോറിനേഴ്സാണ് പണിയുണ്ടാക്കിയിരിക്കുന്നത്. 2 അമേരിക്കൻസ്. അതിലൊരാൾ മിസ്റ്റർ മിൽട്ടൺ ലൂയിസ്, ലാൻഡ് ചെയ്തിട്ട് 3 ദിവസമായി. മറ്റേയാൾ മിസ്റ്റർ വാൾട്ടർ ലെവിൻ, ഇന്ന് രാത്രി 8 മണിക്ക് ലാൻഡ് ചെയ്യും. മാത്യൂസ് ആ പേരുകൾ കുറിച്ചെടുത്തുകൊണ്ട് കമ്മീഷണർക്ക് കാതോർത്തു. ആദ്യം പറഞ്ഞവൻ മിൽട്ടൺ കൊച്ചിയിലാണ് ഇറങ്ങിയത്. അവിടെ ഹോട്ടൽ ബ്രൈറ്റൺ ഇന്റർനാഷണലിൽ റൂം ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. വെക്കേഷൻ ആഘോഷമാണെന്നാണ് അറൈവൽ ഫോമിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ എനിക്കൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടി. അതിന് പ്രകാരം ഈ കക്ഷി അമേരിക്കയിൽ FBI അന്വേഷണം നേരിടുന്ന ഒരു ഇന്റർനാഷണൽ ഡ്രഗ് ഡീലറാണ്. ഇയാൾ കഴിഞ്ഞ മാസം ഗോവയിലുണ്ടായിരുന്നു. അന്ന് ഒരാഴ്ചയോളം തങ്ങിയിട്ട് തിരിച്ചുപോയി. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ കൊച്ചിയിൽ. നായിൻ്റെ മോൻ ഇവിടെ മാർക്കറ്റ് ഉണ്ടാക്കാൻ നോക്കുകയാണെന്നാണ് കരുതുന്നത്. ക്രിസ്റ്റൽ മെത്താണ് അവൻ്റെ സ്പെഷ്യാലിറ്റി. ഇനി അതും കൂടിയേ കേരളത്തിൽ വരാനുള്ളൂ. ബാക്കി ഒരുമാതിരി എല്ലാ ഡ്രഗ്സും എത്തിക്കഴിഞ്ഞു. മത്തായിക്ക് അറിയാമായിരിക്കും ഈ സാധനം നാച്ചുറൽ അല്ല, സിന്തറ്റിക്കായി ലാബിൽ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു മയക്കുമരുന്നാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇത് നമ്മുടെ നാട്ടിൽ എത്തണമെങ്കിൽ പുറത്തുനിന്ന് വന്നെങ്കിലേ ഒക്കൂ. ഇതിവിടെ ഉണ്ടാക്കാൻ മാത്രം വിവരമുള്ളവർ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ സാധനം എങ്ങനെ ഇങ്ങോട്ട് കടത്തും സാർ? എയർപോർട്ട് വഴി എന്തായാലും പറ്റില്ലല്ലോ. അതല്ലേ ഇതിൻ്റെ പ്രത്യേകത. ഇത് ക്ലിയർ ഗ്ലാസിൻ്റെ 2 പാളികൾക്കിടയിലാക്കി ഒരു സാൻഡ്വിച്ച് പാനൽ പോലെ ആക്കിയെടുക്കാനാകും. സംഭവം ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് പോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആർക്കും സംശയമില്ലാതെ ഒരു കഷ്ണം ഗ്ലാസ് കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരാം. ദൈവമേ, അതാണ്. സോ ഇവനാണ് ആദ്യത്തെ നമ്മുടെ ഇര. പക്ഷെ പൊക്കരുത്. ദൂരെ നിന്ന് ഇവൻ അറിയാതെ ഇവൻ്റെ ആക്ടിവിറ്റീസ് നിരീക്ഷിക്കണം. അവന് സംശയം തോന്നരുത്. തെളിവില്ലാതെ നമുക്ക് ഒരു ചുക്കും ചെയ്യാനാകില്ല. പിന്നെ ഇന്റർപോൾ ഇടപെട്ട കേസാ. അവനെ പൊക്കാൻ വൻ സ്രാവുകൾ വേറെയുണ്ട്. ഓക്കെ സാർ. പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇവനിപ്പോൾ മിസ്സിംഗ് ആണ്. ആ ഹോട്ടലിൽ ചെന്ന് റൂമെടുത്ത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാ. പിന്നെ അവൻ്റെ അഡ്രസ്സില്ല. ഓ, അത് പണിയായല്ലോ. അത് മാത്രമല്ല, അവൻ എയർപോർട്ടിൽ നിന്ന് ഒരു വൻ തുകയ്ക്ക് ഡോളർ റുപ്പീസ് ആക്കിയിട്ടുണ്ട്. സോ ക്രെഡിറ്റ് കാർഡൊന്നും ഉപയോഗിക്കാൻ വഴിയില്ല. അപ്പോൾ ആ വഴിക്ക് അന്വേഷിച്ചിട്ട് വലിയ ഫലമുണ്ടാകില്ല. അപ്പോൾ പൂർത്തിയായി. ഓക്കെ, ഇനി അടുത്ത ആളുടെ കാര്യം പറയാം. മിസ്റ്റർ വാൾട്ടർ ലെവിൻ ഫാമിലിയായിട്ട് വെക്കേഷന് വന്നിരിക്കുകയാണ്. സെയിം ഹോട്ടലിൽ തന്നെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്സിൽ നിന്ന് ഓൺലൈനായിട്ട് ചെയ്തിരിക്കുകയാണ്. അയാളും ഈ പറഞ്ഞ മാതിരി FBI നിരീക്ഷണത്തിലാണ്. പക്ഷേ ഇയാൾ ഡ്രഗ് ഡീലറല്ല, ഒരു കോൺട്രാക്റ്റ് കില്ലറാണ്. ഈ മരണങ്ങളൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് എന്തിനാ? അയാൾ ഇന്ന് രാത്രി 8 മണിക്ക് കൊച്ചിയിലിറങ്ങും. എമിറേറ്റ് ഫ്ലൈറ്റാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. നേരത്തെ പറഞ്ഞ മിൽട്ടൺ ലൂയിസിനെ തട്ടാനാണ് ഇയാൾ വന്നിരിക്കുന്നത് എന്നാണ് FBI കരുതുന്നത്. ബെസ്റ്റ്. അയാൾക്കപ്പോൾ ഇതവിടെ വെച്ച് ചെയ്താൽ പോരെ, ഇവിടെ വന്ന് നമുക്ക് പണിയുണ്ടാക്കാനായിട്ട്? അതെ, അതൊക്കെയാണ് ചോദ്യങ്ങൾ. പക്ഷേ നേരിട്ടിതൊക്കെ ചോദിക്കാൻ നമുക്ക് ചാൻസ് കിട്ടുമെന്നാ സംശയം. ഓക്കെ സാർ. ആ ഹോട്ടലിൻ്റെ പേര് കൂടി നോട്ട് ചെയ്തുകൊണ്ട് മാത്യൂസ് തുടർന്നു. നമുക്ക് എയർപോർട്ടിലൊരു ലുക്കൗട്ട് കൊടുക്കാം സാർ. അയ്യയ്യോ, അതൊന്നും പറ്റില്ല. അയാൾക്ക് യാതൊരു സംശയവും കൂടാതെ വേണം നമ്മുടെ നീക്കങ്ങൾ. എയർപോർട്ട് ലുക്കൗട്ടൊക്കെ കൊടുത്താൽ സംഭവം നമ്മുടെ കൈവിട്ടു പോകും. അയാൾക്ക് ഡൗട്ടടിച്ചാൽ ചിലപ്പോൾ ഇയാളും മുങ്ങും. ഞാൻ ആലോചിച്ചിട്ട് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യാം സാർ. 8 മണിയെന്ന് പറയുമ്പോൾ ഇനി അധികം സമയമില്ല. വി ഹാവ് ടു മൂവ്. ഓക്കേടോ. ഇനി ഇതിൻ്റെയൊക്കെ മേലെ ഒരു സിൽവർ ലൈനിങ് എന്തെന്ന് വെച്ചാൽ ഈ പറഞ്ഞതിനൊന്നും തെളിവില്ല. FBI കുറേ നാളെ പുറകെ നടക്കുന്നേ ഉള്ളൂ. അവർക്ക് ഇവർ 2 പേരെ നല്ല സംശയം. പക്ഷേ അറസ്റ്റ് ചെയ്യാൻ മാത്രം ഒന്നും കിട്ടിയിട്ടില്ല. നല്ല കാര്യം സാർ. ചിലപ്പോൾ ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആയിരിക്കും. നമ്മൾ ചുമ്മാ ചുറ്റും, അത്ര തന്നെ. അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ ഓർഡേഴ്സ് ഉണ്ട്, അതിനനുസരിച്ച് നീങ്ങാം. താൻ നോർത്ത് SCയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യും. എന്നിട്ട് എന്നെ അറിയിക്കുക. മറക്കരുത്.
വാൾട്ടർ ഇറങ്ങുമ്പോൾ മുതൽ നമ്മുടെ കൺവെട്ടത്തായിരിക്കണം. ഷുവർ സാർ. പിന്നൊരു കാര്യം, ഈ വാൾട്ടർ പിശാചിനെ എങ്ങനെ തിരിച്ചറിയും? അത് എളുപ്പമാണ്. അയാളുടെ ഭാര്യ കൂടെയുണ്ട്. അവർ വീൽ ചെയറിലാണ്. പിന്നെ ഒരു 16-17 വയസ്സായ ഒരു മകൾ കൂടിയുണ്ട്. മിസ്സാകരുത്. നമ്മുടെ ആളുകൾ ബാഗേജ് ക്ലെയിമിലും ഉണ്ടാകണം. അതിനുവേണ്ട ക്ലിയറൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ID കാർഡോ പാസ്പോർട്ടോ ഇല്ലാതെ എയർപോർട്ടിനകത്തേക്ക് കയറ്റില്ല, മറക്കരുത്. യെസ് സാർ. മാത്യൂസ് ഫോൺ വെച്ചുകൊണ്ട് വിഷണ്ണനായി വാച്ചിൽ നോക്കി. ഇന്നും നേരത്തെ വീട്ടിൽ പോകാനൊക്കില്ല. മക്കൾ 2 ബർത്ത്ഡേ ആണ് നാളെ. ഇന്ന് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കാനൊക്കെ പ്ലാൻ ഇട്ടതാണ്. CI മാത്യൂസ് കൊച്ചിയിലെത്തിയിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. തൃശ്ശൂരിൽ നിന്ന് ട്രാൻസ്ഫർ വിത്ത് പ്രമോഷനായിരുന്നു. അവിടെ SI ആയിരുന്നപ്പോൾ കേരളമാകെ അറിയപ്പെട്ടിരുന്ന അതിസമർത്ഥനായിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അയാൾ. ഇനി കൊച്ചിയിൽ പയറ്റി തെളിയണം. അയാൾ കൂടുതൽ ആലോചിച്ചിരുന്നില്ല. ഉടൻ തന്നെ ഫോണെടുത്ത് ഡയൽ ചെയ്തു. നോർത്ത് SI ശിവകുമാർ അയാൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. വളരെ ഉത്തരവാദിത്വത്തോടെ അയാൾ ഈ കേസ് കൈകാര്യം ചെയ്യുമെന്ന് മാത്യൂസിന് ഉറപ്പാണ്. പക്ഷേ കമ്മീഷണർ നേരിട്ട് ഇത്ര കാര്യമായി ഇടപെട്ടിരിക്കുന്ന സ്ഥിതിക്ക് എന്തായാലും ആരുടെയെങ്കിലും തലയിൽ വെച്ച് തടിയൂരാൻ മാത്യൂസിനാകില്ല. ഹലോ സാർ. ഒരു പ്രാവശ്യം റിങ് ചെയ്തപ്പോഴേക്കും ശിവൻ ഫോൺ എടുത്തു. ഇറങ്ങല്ലേ, പണിയുണ്ട്. മനസ്സിലായി. ശിവൻ ചിരിച്ചു. തുടർന്ന് സംഭവമെല്ലാം വളരെ വിശദമായി വിവരിച്ചതിന് ശേഷം മാത്യൂസ് അയാളുടെ അഭിപ്രായം അറിയാൻ കാത്തു. സാറേ, നമുക്ക് ആ ഹോട്ടലിൽ ഒന്ന് ബന്ധപ്പെടണം. ഒരാളെ മഫ്തിയിൽ അവിടെ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഇയാളുടെ മൂവ്മെൻറ്റ്സ് അറിയാമല്ലോ. പിന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇവരുടെ പാസ്പോർട്ടൊന്നും തടഞ്ഞു വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടിയേനെ. അത് നടക്കില്ലടോ. അയാൾക്ക് യാതൊരു സംശയവും തോന്നരുത്. തൽക്കാലം നമുക്ക് എയർപോർട്ടിലേക്ക് ചെല്ലാം സാർ. ആളെ സ്കെച്ച് ചെയ്യട്ടെ ആദ്യം. അതെ, അത് നടക്കട്ടെ. എന്നാലും ഭാര്യയും പിള്ളേരും ഒക്കെയായി വന്ന് ആളെ തട്ടുന്ന പ്രൊഫഷണൽ കില്ലർ എന്തോ എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല സാർ. എനിക്കും അത്ര ക്ലിയറായിട്ടില്ല ശിവ. പക്ഷേ സംഭവം ഇപ്പോൾ നമ്മുടെ നമ്പർ 1 പ്രയോറിറ്റിയാണ്. കേട്ടത് ശരിയാണെങ്കിൽ ഇയാളെങ്ങാൻ മിൽട്ടനെ ഇവിടെ ഇട്ട് ചാമ്പ്യാൽ അറിയാമല്ലോ, 8ന്റെ പണിയായിരിക്കും. തൊപ്പി എപ്പോൾ പോയിന്ന് ചോദിച്ചാൽ മതി. പേടിപ്പിക്കല്ലേ സാർ. ഓരോരോ വലകൾ ഫ്ലൈറ്റ് പിടിച്ച് വരുന്ന നോക്ക്. ശിവൻ ഫോൺ കട്ട് ചെയ്തു. 7:50 തന്നെ മഫ്തിയിൽ ഒരു സംഘം പോലീസുകാർ എയർപോർട്ടിലെത്തി. കമ്മീഷണർ പെട്ടെന്ന് തന്നെ ഒരു വിസിറ്റ് നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചുപോയി. പോകുന്നതിന് മുൻപ് തൻ്റെ ഫോണിൽ നിന്ന് വാൾട്ടറുടെയും മിൽട്ടൻ്റെയും ഫോട്ടോസുകൾ CIക്ക് കൈമാറിയിരുന്നു. ഇന്റർനാഷണൽ ടെർമിനൽ, നെടുമ്പാശ്ശേരി എയർപോർട്ട്. ഇന്ത്യൻ സമയം 8 PM. 37 മണിക്കൂർ നീണ്ട ആ യാത്രയ്ക്ക് ശേഷം ലെവിൻ കുടുംബം കേരളത്തിൻ്റെ മണ്ണിൽ കാലുകുത്തി. തളർന്ന് അവശരായിരുന്നു യാത്രക്കാർ എല്ലാവരും. എത്രയും പെട്ടെന്ന് ഫോർമാലിറ്റികൾ അവസാനിപ്പിച്ച് പുറത്തു കടക്കാനായി വാൾട്ടർ എമിഗ്രേഷനിലേക്ക് ഓടുകയായിരുന്നു. സ്റ്റെല്ല ആകെ ഒരുതരം മരവിച്ച അവസ്ഥയിൽ അമ്മയുടെ വീൽചെയറും തള്ളിക്കൊണ്ട് അയാളെ പിന്തുടർന്നു. തീർത്തും ഉന്മേഷരഹിതമായിരുന്നു അവളുടെ മുഖം. ഒരു വെക്കേഷനാണെന്നോ സന്തോഷിക്കേണ്ട സമയമാണെന്നോ അവൾക്ക് തോന്നിയില്ല. FBI ഏജന്റ് ഫോക്സ് സ്ട്രൈഡറുടെ വാക്കുകൾ സദാസമയവും അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നിന്റെ പപ്പ മിസ്റ്റർ വാൾട്ടൺ ലെവിൻ വൂഡു എന്നൊരു ബ്ലാക്ക് മാജിക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പപ്പയുമായി ഒന്നിരുന്ന് സംസാരിക്കാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. വീട്ടിലെത്തിയതും യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളായിരുന്നു. എമിഗ്രേഷൻ കൗണ്ടറുകൾക്ക് സമീപം തന്നെ മാത്യൂസ് നിന്നിരുന്നു. വീൽചെയറും തള്ളി മുമ്പിൽ നടന്നു വന്ന സ്റ്റെല്ലയെ കണ്ടതും അയാൾ പെട്ടെന്ന് തന്നെ അവരെ തിരിച്ചറിഞ്ഞു. അവരുടെ തൊട്ടു മുമ്പിൽ തന്നെ നടന്നു വരുന്ന അജാനബാഹുവായ മൊട്ടത്തലയനായിരിക്കണം വാൾട്ടർ. ആളെ കിട്ടി. ഇനി ഇവിടുന്ന് നേരെ ബാഗേജിലേക്കാണ്. എല്ലാവരും കരുതി നിൽക്കുക. അയാൾ വാക്കി ടോക്കിയിലൂടെ നിർദ്ദേശം കൊടുത്തു. സംസാരം പൂർണ്ണ മലയാളത്തിലാകാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. അത് പറഞ്ഞ് മാത്യൂസ് മുഖമുയർത്തി നോക്കിയത് വാൾട്ടറെയാണ്. അയാൾ തൊട്ടു മുൻപിൽ തന്നെ മാത്യൂസിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. യെസ്, താങ്കൾ പോലീസ് ഓഫീസറാണോ? പെട്ടെന്നുള്ള ചോദ്യത്തിൽ മാത്യൂസ് പതറിയത് വാൾട്ടർക്ക് വ്യക്തമായി മനസ്സിലായി. യെസ്, പോലീസാണ്. എങ്ങനെ മനസ്സിലായി? റേഡിയോ. വാൾട്ടർ വയർലെസ്സിലേക്ക് വിരൽ ചൂണ്ടി. ഓ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? എനിക്ക് സിം കാർഡുകൾ വേണം. ഇവിടെ മുൻപ് ഒരു കൗണ്ടർ ഉണ്ടായിരുന്നല്ലോ, IDയോ മറ്റോ. അതിപ്പോൾ ഇല്ലേ? അതിവിടെയല്ല, കുറച്ചപ്പുറത്താണ്. വരൂ, ഞാൻ കാണിച്ചു തരാം. എല്ലാം കേട്ടുകൊണ്ട് തൊട്ടു പുറകിൽ തന്നെ സ്റ്റെല്ല നിൽക്കുന്നുണ്ടായിരുന്നത് വാൾട്ടർ അറിഞ്ഞില്ല. പപ്പ,
അവൾ ശബ്ദം താഴ്ത്തി വിളിച്ചു. ഇവിടെ എവിടെയാണ് സിം കാർഡ് കിട്ടുക എന്ന് പപ്പയ്ക്ക് എങ്ങനെ അറിയാം? പപ്പ ഇവിടെ മുൻപ് വന്നിട്ടുണ്ടോ? ഓ ഇല്ല കുട്ടി, അയാൾ ചിരിച്ചു. ഞാനൊരു ഊഹം നടത്തിയതല്ലേ. സാധാരണ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം കാണുക ഫോൺ കമ്പനിക്കാരുടെ കൗണ്ടറുകളാണ്. അതിന് പപ്പ വേറെ എവിടെയാണ് ഇൻ്റർനാഷണൽ ട്രിപ്പ് നടത്തിയിട്ടുള്ളത്? ഇല്ല, എവിടെയുമില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, അതാണ്. ഞാനിതൊക്കെ ഓൺലൈനായി നന്നായി ഗവേഷണം ചെയ്താണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അവൾക്ക് വാൾട്ടറുടെ പരുങ്ങൽ വ്യക്തമായി മനസ്സിലാക്കാമായിരുന്നു. പപ്പയുടെ പാസ്പോർട്ട് ഒന്ന് തരുമോ? എനിക്ക് ഒരു കാര്യം നോക്കാനാണ്. അവൾ കൈനീട്ടി. പിന്നെന്താ, ഹോട്ടലിൽ ചെല്ലട്ടെ? അയാൾ തിടുക്കത്തിൽ മുൻപോട്ട് നടന്നു. സ്റ്റെല്ലയുടെ മുഖം ഇരുണ്ടു. താൻ ഇന്നുവരെ അറിഞ്ഞിട്ടുള്ള ആളല്ല തൻ്റെ പപ്പ എന്നവൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മാത്യൂസ് അയാൾക്ക് ഐഡിയ കൗണ്ടർ കാണിച്ചു കൊടുത്ത് തിരിഞ്ഞു നടന്നു. താങ്ക് യു മിസ്റ്റർ മാത്യൂസ് തരകൻ. മാത്യൂസ് ഹസ്തദാനത്തിനായി കൈനീട്ടി. കൈപിടിച്ചു കുലുക്കുമ്പോൾ വാൾട്ടർ മാത്യൂസിനെ അടിമുടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താങ്കൾ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്നെ ആയിരിക്കണമല്ലോ. നല്ല ഫ്ലുവൻ്റ് ഇംഗ്ലീഷ്. അർത്ഥഗർഭമായ ഒരു ചിരിയുണ്ടായിരുന്നു വാൾട്ടറുടെ മുഖത്ത്. മറുപടിയായി ഒരു നല്ല ചിരി സമ്മാനിച്ചിട്ട് മാത്യൂസ് നടന്നാകുന്നു. ഇയാൾ പിശകാണ് കേട്ടോ, നമ്മളെ സ്പോട്ട് ചെയ്യാതെ ശ്രദ്ധിക്കണം, കൂർക്കൻ്റെ ബുദ്ധിയാ. അയാൾ ശബ്ദം താഴ്ത്തി വയർലെസ് സന്ദേശം അയച്ചു. തുടർന്ന് 3 പേരുടെ മൊബൈലിൽ പുതിയ സിം കാർഡുകൾ ഘടിപ്പിച്ച് അവർ ലഗേജ് എടുക്കുന്നതിനായി നീങ്ങി. ഫോൺ ആക്ടിവേറ്റായ ഉടനെ സ്റ്റെല്ല മെറിനെ ഡയൽ ചെയ്തു. ഹലോ മെറി, ഞങ്ങൾ ലാൻഡ് ചെയ്തു. കൊച്ചി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു. ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് എൻ്റെ നമ്പർ. ഞാൻ വാട്സാപ്പിൽ വരാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവൾ ശ്വാസം വിടാതെ അത്രയും പറഞ്ഞു തീർത്തു. സ്റ്റെല്ല, മെറിൻ്റെ സ്വരം കരച്ചിൽ പോലെ തോന്നിച്ചു. ഇവിടെ ഒരു സംഭവമുണ്ടായി. എന്തു പറ്റി മെറിൻ? നീ എന്താ വല്ലാതിരിക്കുന്നത്? നീ അറിഞ്ഞില്ലേ? അവൾ ഒന്ന് വിങ്ങിപ്പൊട്ടി. മിസ്റ്റർ ലർക്കിൻ, അദ്ദേഹം ഇന്നലെ ഒരു ആക്സിഡൻറ്റിൽ. വാട്ട്? നിങ്ങളെ എയർപോർട്ടിൽ വിട്ടിട്ട് തിരിച്ച് വീട്ടിലെത്താറായപ്പോഴാ ഞാൻ അറിയുന്നത്. അദ്ദേഹം ഹെലനെ പിക്ക് ചെയ്ത് വരുന്ന വഴിക്ക് കാറിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് ആയത്രേ. കാർ ഒരു ഡിച്ചിലേക്ക് വീണു. ഓ മൈ ഗോഡ്. തല ചുറ്റുന്ന പോലെ തോന്നിയ സ്റ്റെല്ല അടുത്തു കണ്ട ഒരു തൂണിൽ മുറുക്കെ പിടിച്ചു നിന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരിച്ചു. ഹെലൻ? ആ കുട്ടിക്ക് കാര്യമായി ഒന്നും പറ്റിയില്ല. കഴുത്തിൽ എന്തോ ഒരു ഫ്രാക്ചർ മാത്രം. ഞാൻ കാണാൻ പോയില്ല. ഇവിടെ എല്ലാവരും ആകെ ഷോക്കിലാണ്. ഫോണിൽ ബാലൻസ് തീർന്ന് കട്ടായി. വളരെ ബുദ്ധിമുട്ടി സ്റ്റെല്ല ഉമിനീരിറക്കി. താഴത്തെ നിലയിലെത്തിയ വാൾട്ടർ സംശയത്തോടെ അവളെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. എന്തുപറ്റി? അയാൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ വളരെ സാവധാനം ലിഫ്റ്റിലേക്ക് നടന്നു. അമ്മ വീൽചെയർ ഉരുട്ടി അവിടെ എത്തി കാത്തു നിൽക്കുകയായിരുന്നു. എന്തുപറ്റി സ്റ്റെല്ല? അവർ അവളുടെ കൈ കടന്നെടുത്തു. സംതിങ് ടെറിബിൾ ഹാസ് ഹാപ്പൻഡ്. അവൾ മന്ത്രിക്കുന്ന പോലെ അത്രയും പറഞ്ഞുകൊണ്ട് അമ്മയെ ലിഫ്റ്റിനുള്ളിലേക്ക് തള്ളിക്കയറ്റി. അപ്പോൾ അമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി മിന്നിമറഞ്ഞ പോലെ അവൾക്ക് തോന്നി. എനിക്കറിയാം, നിങ്ങളും പപ്പയും കൂടി ഒരുമിച്ച് ചെയ്യുന്നതാ ഇതെല്ലാം. അവളുടെ സ്വരം രൂക്ഷമായിരുന്നു. പക്ഷേ മുഖഭാവം കണ്ടാൽ ഏതു നിമിഷവും പൊട്ടിക്കരിഞ്ഞേക്കാമെന്ന് തോന്നി. മാർഗരറ്റ് മറുപടി ഒന്നും പറഞ്ഞില്ല. താഴത്തെ നിലയിൽ ബാഗേജ് എടുക്കാൻ ചെന്നപ്പോഴേ വാൾട്ടർ പോലീസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നു. ആ ഹാളിൽ പലയിടങ്ങളിലായി നിലയുറപ്പിച്ചിരുന്ന മിക്കവരും പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് അയാൾക്ക് മനസ്സിലായി. തന്നെപ്പറ്റി ഇവിടെ വിവരം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വികൃതമായൊരു ചിരി വിടർന്നു അയാളുടെ മുഖത്ത്. ബാഗുകളൊക്കെ എടുത്ത് പുറത്തേക്കിറങ്ങാനായി നിന്ന വാൾട്ടറെ പെട്ടെന്ന് ഒരാൾ പുറകിൽ നിന്ന് വിളിച്ചു. സാർ, ആ ഹാൻഡ് ബാഗിൽ ലിക്കർ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ? ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ വാൾട്ടറുടെ തോളിലെ നീണ്ട ബാഗിലേക്ക് വിരൽ ചൂണ്ടി. ഇല്ലല്ലോ, ഞാനങ്ങനെ കാര്യമായി മദ്യപിക്കുന്ന ആളല്ല. വാൾട്ടർ ചിരിച്ചു. ബാഗ് ഒന്ന് പരിശോധിക്കണം സാർ. മുകളിൽ ആ എക്സ്റേ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, അതാണ്. ആ ഓഫീസർ വിടാനുള്ള ലക്ഷണമില്ല. ഓ, അതിനെന്താ? വാൾട്ടർ ആ ബാഗ് അയാളെ ഏൽപ്പിച്ചു. മുകളിൽ പരസ്യ ബോർഡിന് മറവിൽ നിന്ന് മാത്യൂസ് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഷിറ്റ്, അവന്മാരോട് പറഞ്ഞതാ ആ മനുഷ്യനെ പിടിച്ചു നിർത്തരുതെന്ന്. അയാൾ ദേഷ്യത്തിൽ പല്ലുഞെരിച്ചു. ബാഗ് തുറന്ന ഉദ്യോഗസ്ഥൻ ആദ്യം തന്നെ പുറത്തെടുത്തത് ആ പാവയാണ്. അത് കണ്ടതും സ്റ്റെല്ലയിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു. മുഖത്ത് പ്രൊഫസർ ലർക്കിൻ്റെ ഫോട്ടോ പതിച്ച അതിൻ്റെ കണ്ണുകളിലും മാറിലും അപ്പോഴും ആ ടൂത്ത് പിക്കുകൾ കാണാമായിരുന്നു.